സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ ശ്രദ്ധിക്കൂ. ജഗദീഷിന്റെ കഥാപാത്രം എവിടെയാണ് കിരീടം ഒളിപ്പിക്കുന്നത്? എ വേസ്റ്റ് ബിൻ, ബി വാട്ടർ ടാങ്ക്, സി ടോയ്ലറ്റ്. ഓപ്ഷൻ ബി വാട്ടർ ടാങ്ക്. പൂട്ടിക്കോ കൊറേ പ്രാവശ്യം കണ്ടത്. വാട്ടർ ടാങ്ക് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ബാലാജി പാട്ട് പാടുമോ? ഞാനോ? പാടുപെടും ചേട്ടാ. എന്നാലും ഒന്ന് ശ്രമിച്ചൂടെ? ഞാൻ ശ്രമിച്ചു ചേട്ടാ. ഞാൻ പാടി ചേട്ടാ എണീച്ച് പോയി പ്രോഗ്രാമുള്ള ആൾക്കാരൊക്കെ എണീച്ച് ഓടണോ? രണ്ടുപേരും ഹിന്ദി ആകുമ്പോ ആരും കേൾക്കാത്തോണ്ട് നോക്കട്ടെ. हर शाम आंखों पर तेरी आंचल लहराई, हर रात यादों की बारात ले आई, मैं सांस लेता हूँ तेरी खुशबू आती है, एक महका महका सा पैगाम लाती है, मेरे दिल की धड़कन भी तेरा गीत गाती है, पल 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 दिल के पास तुम रहती हो. അറിയാട്ടാ ഈ പാടി കൊള്ളാം. എന്ന് കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു. ഓക്കെ, ഞാനൊരു കുസൃതി ചോദ്യം ബാലാജിയുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. ഓക്കെ, സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമുള്ള മാസം ഏതാണ്? സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമുള്ള മാസം? ചേട്ടാ കുറച്ച് താഴ്ന്ന ലെവലിൽ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഭയങ്കര ലെവലിൽ ചിന്തിച്ച് കിട്ടിയില്ല. ഏറ്റവും ബഹുമാനമുള്ള മാസം, സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമുള്ള മാസം. ലോ ലെവലിൽ ചിന്തിക്ക്. ഡിസംബർ. അതെന്താണ്? ചുമ്മാ പറഞ്ഞ വ്രതം നമ്മൾ എടുക്കുന്ന മാസമാണല്ലോ. അതല്ല എന്റെ ഉത്തരം. ലോ ലെവലിൽ ചിന്തിക്ക്. മലയാള മാസങ്ങൾ നോക്ക്. സ്ത്രീകളോട് ബഹുമാനമുള്ള മാസം അല്ലേ? ഞാൻ ജനിച്ചത് അതിലാണ്. ഞാന് മോഹൻലാലൊക്കെ ജനിച്ചത് ആ മാസമാണ്. രേവതിയോ? രേവതി നക്ഷത്രമല്ലേ? നക്ഷത്രം, മാസം മാസം ധനുമാസം. ചേട്ടാ കുസൃതി ചോദ്യാണേ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നൊക്കെ പറയത്തില്ലേ? ചിങ്ങം, കന്നി, തുലാം, ധനു, വൃശ്ചികം, വൃശ്ചികപ്പൂനിലാവേ. വൃശ്ചികം. പറയട്ടെ? പൈസ കിട്ടോ? ഞാൻ പറയട്ടെ. പറഞ്ഞു. മേഡം. കറക്റ്റ്. മേഡം 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 മേഡം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷിൽ മേ 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 എന്നൊക്കെ പറഞ്ഞ റിക്വസ്റ്റ് ഇത് ഞാൻ ആദ്യം ചോദ്യങ്ങൾക്ക് ഒരിക്കലും. ചേട്ടാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചേട്ടൻ്റെ? ഓ ആയിക്കോട്ടെ. നമ്മുടെ കയ്യിൽ വെക്കുന്ന ഒരു വൃക്ഷമുണ്ട്, അതേന്ന് പറയോ? കയ്യിൽ വെക്കുന്ന വൃക്ഷം? അതെ. ഏതാണ് കയ്യിൽ വെക്കുന്ന വൃക്ഷം? കയ്യിൽ വെക്കുന്ന കൽപ്പവൃക്ഷമല്ല, അത് കയ്യിൽ വെക്കുന്ന വൃക്ഷം. വടവൃക്ഷം അല്ല. വൃക്ഷം കുസൃതി ചോദ്യമല്ലേ? ആ പറഞ്ഞു. കിട്ടിയില്ല. പിന്നെയോ ഇപ്പൊ കേട്ടപ്പോഴത്തേക്ക് വൃക്ഷം അതല്ലേ ഇപ്പൊ റെഡിയാക്കി തരാന്ന് പറഞ്ഞ പോലെ. അറിയോ? ഒരു ക്ലൂ തരുമോ? ഒരു ക്ലൂ തരുമോ? ക്ലൂ ഉണ്ട്. നിങ്ങൾ എന്നെ നോക്കിയാൽ അത് കിട്ടും. എന്നെ ഒന്ന് ആ കറക്റ്റ് എന്റെ ഇതിലോട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. മെന്റലിസ്റ്റ് ആയാൽ മതി. മെന്റലിസ്റ്റ് അല്ലേ? ബുദ്ധി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേ. ആല് എന്നെ നോക്കുക,
ഞാനിരിക്കുന്ന സ്ഥലമൊക്കെ നോക്കുക. ഒന്നും കിട്ടുന്നില്ലല്ലോ. ആല് ബാലാജിയുടെ. പാസ് കേട്ടോ, കയ്യിൽ പാസ്. വെക്കാൻ പറ്റില്ലല്ലോ ആല്. സുല്ല് പറഞ്ഞോളൂ. ഇതൊന്ന് കണ്ടോ? ഇതെന്താണിത്? അത് ചെടി. അലങ്കാര. അതെ, ആ ചെടിക്ക് പറയുന്ന പേരാണ് പാം ട്രീ. കൈപ്പത്തിയിൽ നമ്മൾ വെക്കുന്ന, കയ്യിൽ വെക്കുന്ന പാം ട്രീ. ഓ സൂപ്പർ കേട്ടോ, സൂപ്പർ. പെട്ടെന്ന് ചേട്ടൻ ചോദിക്കുമ്പോഴേ നമ്മളൊന്ന് പയറ്റേണ്ടി വരണം. അപ്പൊ നോക്കിയപ്പോ അത് കിട്ടിയതാ. അത് കൊള്ളാം, കൊള്ളാം. വെരി ഗുഡ്. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് വാട്ടർ ടാങ്ക് എന്നാണ്. ഓപ്ഷൻ ബി വാട്ടർ ടാങ്ക് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഇതാ മൂന്നാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഇത് ഔസേപ്പച്ചൻ ചേട്ടൻ സംഗീതം ചെയ്തതാണ്. ഈ ഗാനത്തിൽ എന്നോടൊപ്പം പാടിയ ഗായകനാരാണ്? ഓക്കെ. എ വേണുഗോപാൽ, ബി ദാസേട്ടൻ, സി ഉണ്ണിമേനോൻ. സി ഉണ്ണിമേനോൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ സി ഉണ്ണിമേനോനെ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. ബട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മലയാളത്തിൽ മിമിക്രി ചെയ്യാമെന്ന്. ഓക്കെ. മലയാളത്തിലെ ആർട്ടിസ്റ്റുകളെ മിമിക്രി ചെയ്യാം. അത് ഞങ്ങൾക്ക് കേട്ടേ പറ്റൂ. ഓക്കെ. പ്രേമം എന്ന സിനിമയിലൂടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വ്യക്തിയായിരിക്കും വിനയ് ഫോർട്ട് ഏട്ടൻ. അപ്പൊ വിനയ് ഫോർട്ടിന്റെ ഒരു ശബ്ദം, ആ വൈറലായ ശബ്ദം തന്നെ. സിമ്പിൾ, ജാവ വളരെ സിമ്പിളാണ്. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ സേഫ്, ജാവ വളരെ സേഫ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ 25-ാമത്തെ പേജിലൊരു പടമുണ്ട്. ജനല് വഴി പുറത്തേക്ക് തലയിട്ടിരിക്കുന്ന പൂച്ച, അകത്ത് നിന്ന് ഇറച്ചി കഷ്ണം തിന്നുന്ന പട്ടി. മനസ്സിലായോ? എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. മലയാളത്തിൽ നിന്ന് ഇത്രേ ഉള്ളൂ. നമുക്ക് മോഹൻലാലിനെ ഒന്ന് പരീക്ഷ നോക്കിയത്. ഒയ്യോ, നടക്കില്ല. മമ്മൂട്ടി? മോഹൻലാലിനെ മുന്നേ വേണ്ട. സി ഉണ്ണിമേനോനെയാണ് എടുത്തിട്ട് പൂട്ടിയിരുന്നത്. ഉണ്ണിമേനോൻ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്.